ഓക്കെ, ഇതും എൽ സി എം ആൻഡ് എച്ച് എസ് എഫിനെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡ് ബൈ 1026 2052 4102 ലീവ്സ് റിമൈൻഡർ 246. അതായത് ഒരു ഹയസ്റ്റ് നമ്പർ ഉണ്ട്, ആ നമ്പർ വെച്ച് 1026 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരും, 2052 ഡിവൈഡ് ചെയ്യുമ്പോൾ 4 റിമൈൻഡർ വരും, 4102 ഡിവൈഡ് ചെയ്യുമ്പോൾ 6 റിമൈൻഡർ വരും. അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു കാര്യം പറയാം. അതായത് ഈ 1026 2 മാറ്റിക്കഴിഞ്ഞാൽ ആ പറയുന്ന നമ്പർ ഹയസ്റ്റ് നമ്പറിന്റെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും വരുന്നത്, ബാക്കി മിച്ചം വരുന്നത്. അതുപോലെ തന്നെ 4 റിമൈൻഡർ കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് 4 മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ പറയുന്ന നമ്പറിന്റെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം അവിടെ വരേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് 6 മാറ്റിക്കഴിയുമ്പോഴും നമ്മുടെ പറയുന്ന ഹയസ്റ്റ് നമ്പറിന്റെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം അവിടെ വരേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടെങ്കിലും ഓക്കെ, 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ വരണമെന്ന് അറിയാം. അതുപോലെ തന്നെ ഞാൻ 20 എടുത്തെന്ന് വിചാരിച്ചു. 20നെ നമുക്കറിയാം 7 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 റിമൈൻഡർ വരും നമുക്കറിയാം. ഓക്കെ, ഇത് നമുക്കറിയാവുന്ന കേസാണ്. പക്ഷേ ഇതാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നതെന്ന് വിചാരിച്ചോ. ഹയസ്റ്റ് നമ്പർ വിച്ച് വൺ ഡിവൈഡഡ് ബൈ 12 and 20 ഗീവ്സ് റിമൈൻഡർ 5 and 6 എന്ന് പറഞ്ഞാൽ അന്നെന്ന് വിചാരിച്ചോ. അതിൽ നമുക്ക് 7 കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യും? 12ൽ നിന്ന് 5 കുറയ്ക്കും. കാരണം 12ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് നമ്മൾ പറയുന്ന ഹയസ്റ്റ് നമ്പറിന്റെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. അതുപോലെ 20ൽ നിന്ന് 6 കുറയ്ക്കണം. 20ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14ആണ് കിട്ടുന്നത്. ആ പറയുന്ന ഹയസ്റ്റ് നമ്പറിന്റെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ HCF എടുക്കണം, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുക്കണം. എത്ര വരും? 7 വരും. നമ്മൾ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ അപ്പോഴും എന്തായിരുന്നു? 7 ആയിരുന്നു വരുന്നത്. അതേപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 1026 നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 1024. ഓക്കെ, അടുത്ത 2052 നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 2048. അടുത്ത 4102 നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 4096. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ HCF എടുക്കണം. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം 1024 ഇൻറ്റു 2ആണ് ഈ കിടക്കുന്നത്. ഇത് 2048ന്റെ ഇരട്ടിയാണ്. അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇത് രണ്ടും 1024 പ്രോഡക്റ്റ് ആണ്. സോ ഫൈനൽ ആൻസറും 1024 തന്നെയായിരിക്കും.